ബുർക്കിന ഫാസോയും നൈജറും മലിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫ്രാൻസിനെ പുറത്താക്കാനുള്ള ധൈര്യം കാണിച്ചത്. അടിസ്ഥാനപരമായി ആഫ്രിക്കൻ ജനതയുടെ ജീവിതങ്ങളെ ഇങ്ങനെ അസ്ഥിരമാക്കിയത് ആരാണ് എന്ന ചോദ്യമാണ് ഇബ്രാഹിം ട്രോറെ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളെ അടിമത്തത്തിൽ നിർത്താനുള്ള ഫ്രാൻസിന്റെ ആയുധങ്ങളിലൊന്നാണ് CFA ഫ്രാങ്ക് എന്നാണ് ട്രോറെ പറയുന്നത്. ഇതൊഴിവാക്കി പുതിയ കറൻസി കൊണ്ടുവരാനാണ് തന്റെ ശ്രമമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒരു പടി കൂടെ കടന്ന് ഫ്രാൻസിന്റെ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ പിന്തുണയിൽ നിലവിൽ വന്ന പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഇക്കോവാസിൽ നിന്ന് ബുർക്കിന ഫാസോ പിന്മാറുകയും മലി, നൈജർ എന്നീ രാജ്യങ്ങളോടൊപ്പം സാമ്രാജ്യത്വ വിരുദ്ധ ആഫ്രിക്കൻ കൂട്ടായ്മ രൂപീകരിക്കുകയും ചെയ്തു. ഫ്രാൻസിനെ രാജ്യത്തു നിന്ന് പടികടത്തിയ ട്രോറെ റഷ്യൻ അധികൃതരെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തു. അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നീക്കത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. 1988 ബുർക്കിന ഫാസോയിലെ ബോണ്ടോക്കി എന്ന നഗരത്തിലാണ് ഇബ്രാഹിം ട്രോറെ ജനിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം